നമസ്കാരം കുടുംബങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്രയുടെ ആ ഒരു സരസ്വതി അമ്മയുടെ ഒരു പ്ലാനിൽ സുമിത്ര ഇപ്പോൾ രഞ്ജിതയുടെ കൂടെ തന്നെയുണ്ട്. അതായത് തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇതൊരു പറ്റിയ അവസരമാണ്. സുമിത്ര ഒന്നും കാണാതെ വരത്തില്ലല്ലോ. വെറും സരസ്വതി അമ്മേനെ നോക്കാൻ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ താമസിച്ച് എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സുമിത്രയുടെ വരവും. എന്തായാലും സുമിത്രയ്ക്ക് അതിൻ്റെ ആദ്യ ഇത് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഡയറിയിൽ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രോഹിത്. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. എന്തായാലും ഇവിടെ രഞ്ജിതയോട് സുമിത്ര പറയുന്നുണ്ട്, സുമിത്രയുടെയും രോഹിത്തിൻ്റെയും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ ഇത് രഞ്ജിത കണ്ടുകൊണ്ട് വന്ന് വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് സുമിത്രയ്ക്ക് കൂടുതൽ ദേഷ്യം കൂടുന്നത്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് നീ രോഹിത് ഏട്ടനെ കാണാൻ വന്നു, രാവിലെ 10:30. അതിനുശേഷം നിങ്ങൾ തമ്മിൽ 1 മണിക്കൂർ സംസാരിച്ചു. പോകുന്നതിന് മുമ്പും രഞ്ജിത നീ രോഹിത് ഏട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം രഞ്ജിത എതിർക്കുകയാണ്. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുമിത്ര തെളിവുകൾ ഉണ്ട്, അതിനെനിക്ക് തെളിവുകൾ നൽകാൻ കഴിയും എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നെ അവർ ഓരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡയറി കണ്ടുപിടിക്കാൻ സരസ്വതി അമ്മയെ നല്ല പാടുപെട്ടു. പക്ഷേ സുമിത്ര അത് ഒളിപ്പിക്കേണ്ടടുത്ത് തന്നെ ഒളിപ്പിച്ചു. കാരണം അത് ഏറ്റവും വലിയ തെളിവാണല്ലോ. അങ്ങനെ സുമിത്ര അത് ഒളിപ്പിച്ചു. എന്തായാലും സരസ്വതി അമ്മയ്ക്ക് അത് കണ്ടുകിട്ടാനായില്ല. എന്തായാലും സരസ്വതി അമ്മ അവിടെ ഉള്ളത് സുമിത്രയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ്. ഇതിനിടയിലാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു കാര്യം കൂടി സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിലെല്ലാം ഈ ആഴ്ചത്തെ ഉൾപ്പെടെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് സിദ്ധു എത്തുന്നത്. അതെ, സിദ്ധാർത്ഥ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നേരെ പോകുന്നത് ശ്രീനിലയത്തിലേക്കാണ്. ശ്രീനിലയത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട നേതാവൊക്കെയാണെന്ന്. പക്ഷേ ശ്രീനിലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സിദ്ധാർത്ഥിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രൊമോയിൽ. എന്തായാലും സിദ്ധാർത്ഥ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണം അനിരുദ്ധിനെ കാണാൻ പോകണം. അനിരുദ്ധും സുമിത്രയും സിദ്ധാർത്ഥും ഒക്കെ ഒരുമിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ്. എന്തായാലും സ്വരമോള് അച്ഛനോട് അനിരുദ്ധിനോട് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ടീച്ചറമ്മയും അച്ഛമ്മയും കാണാൻ ഒരുപോലെയാണെന്ന്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛമ്മയെ മോള് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വെച്ചാൽ അന്ന് വലിയ ദർപ്പണത്തിന് വന്ന സമയത്ത് ആ ഒരു ഫോട്ടോ കണ്ട കാര്യവും അത് കണ്ട ഒരേപോലെ ഇരിക്കുമെന്നൊക്കെ അനിരുദ്ധിനോട് തുറന്നു പറയുകയാണ്. അനിരുദ്ധ ഒരു ഷോക്കോട് കൂടി നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അനന്യയുടെ അച്ഛൻ വന്ന് ആ ഒരു സംസാരം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സ്വരമോൾക്ക് പോലും മനസ്സിലായി ഇതിൽ എന്തോ ഒരു കള്ളമുണ്ടെന്ന്. അതുകൊണ്ടാണ് സ്വരമോളെ സോപ്പിടുന്നതെന്നൊക്കെ സ്വരമോൾക്കും മനസ്സിലായി. എന്തായാലും അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ ഒന്നിക്കട്ടെ. സുമിത്ര വലിയൊരു തെളിവാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ രഞ്ജിതെ അടിച്ചിറക്കി ഇവിടെ സുമിത്രയൊക്കെ സ്ഥിരതാമസമാകുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി കാണേണ്ടത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.